സോ വെൽക്കം ബാക്ക്. അപ്പോൾ 15,000 രൂപ റേഞ്ചിൽ വരുന്ന 4 ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺസാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ഇനി. അപ്പോൾ നേരെ വീഡിയോയിലിടും. ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ പുതിയൊരു ബ്രാൻഡിൻ്റെ ഫോണാണ്. അതായത് നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMFിൻ്റെ ഫസ്റ്റ് ഫോൺ ആയിട്ടുള്ള CMF ഫോൺ 1. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 6GB 128GB ആണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ്. ഇതിൻ്റെ പ്രൈസ് 15,999 ആണ്. ബട്ട് ഓഫറിലൊക്കെ തന്നെ എന്തായാലും ഇത് 15,000 റുപ്പീസിലൊക്കെ തന്നെ വരുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ തന്നെയാണ് 15,000 രൂപ റേഞ്ചിൽ. ഇനി ഇതിൻ്റെ ബിൽഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ബാക്ക് പാനലൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ബാക്ക് പാനൽ നമുക്ക് വാങ്ങിച്ചിട്ട് വേറെ കളറൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കുറച്ചൊരു ഫണ്ണായിട്ടുള്ള ഫോണാണ്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിസൈനിൻ്റെ ഭാഗത്ത് തന്നെ ഇതിന് മെയിനായിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ് വരുന്നത്. എന്നാൽ പോലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോണാണ് ഈ ഒരു CMF ഫോൺ 1 എന്നുള്ളത്. അതൊരു മെയിനായിട്ടുള്ള കാര്യം തന്നെയാണ്. ബാക്കി എല്ലാ ഫോണും പറയുന്നതിൽ നോർമലാണ്. ഇത് കുറച്ചും കൂടെ നത്തിങ് പോലെ തന്നെ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോണാണ്. അത്രയേ ഉള്ളൂ. ദെൻ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് ക്യാമറ 4K ഒക്കെ നമുക്ക് റിയറിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ 16 MB സെൽഫി ക്യാമറയാണ്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് വരുന്നത്. ദെൻ പെർഫോമൻസ് പറ്റി പറയുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 7300 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം പെർഫോമൻസ് കാര്യത്തിലും യാതൊരു തരത്തിലും ഇഷ്യൂസും പറയാനില്ല. ദെൻ ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം ഓവറോളായിട്ട് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ എന്ന് പറയുന്നത്. കുറച്ച് പൈസ കൂടുതലാണ്, എന്നാൽ പോലും ഓഫർ ടൈമിലൊക്കെ തന്നെ ആ ഒരു 15,000 കിട്ടും. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു 1000 രൂപ അധികം ഉണ്ടെങ്കിൽ ഇതിലേക്ക് പോവുക. അത്യാവശ്യം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള UIയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ആഡ് ഫ്രീ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഫോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ഫോണാണ്. റിയൽമിയുടെ P1. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 6GB 128GB വേരിയൻ്റെ പ്രൈസ് 15,999 തന്നെയാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു CMF ഫോൺ 1ൻ്റെ അതേ സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ്. ബട്ട് ഓഫർ ടൈമിൽ ഇതും 15,000 രൂപ റേഞ്ചിൽ വരും. ദെൻ ഇതിന് വരുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ്. പിന്നീട് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD AMOLED 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 15 MB പ്രൈമറി ക്യാമറ 2 MB ഡെപ്ത് ക്യാമറ വരുന്നുണ്ട്. 16 MB ആണ് സെൽഫി ക്യാമറ. റിയറിലും ഫ്രണ്ടിലും ഫുൾ HD മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 4K ഇതിൽ വരുന്നില്ല. ദെൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 7050 എന്ന പ്രോസസർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു 1000 രൂപ അധികം കൂടുതൽ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിയൽമി P1 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. അല്ലെങ്കിൽ ഓഫറിലേക്ക് വെയിറ്റ് ചെയ്യാം. ഓഫറിൽ എന്തായാലും ഒരു 15K ആ റേഞ്ചിൽ എന്തായാലും ഫോൺ കിട്ടുന്നതായിരിക്കും. അപ്പം ഒരു 1000 രൂപ കൂടുതൽ കൊടുത്തിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്ന 2 ഫോണും ഈ ഒരു 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണാണ്. അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ Vivo T3X അല്ലെങ്കിൽ iQOO Z9X ആണ്. രണ്ടും സെയിം തന്നെയാണ്. റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയ ഫോണാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഡിസൈൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ 2 ഫോണും തമ്മിൽ വ്യത്യാസം വരുന്നുള്ളൂ. ദെൻ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ് 2 ഫോണിന് വരുന്നത്. പിന്നീട് 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD പാനലാണ് ഇതിൽ വരുന്നത്. 120Hz ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡെപ്ത് സെൻസറും റിയറിൽ കൊടുത്തിട്ടുണ്ട്. 4K തന്നെ നമുക്ക് ഇതിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 8 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. ദെൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ Qualcomm Snapdragonൻ്റെ 6 Gen 1 എന്ന അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രൈസ് എന്ന് പറഞ്ഞാൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 12,999 ആണ്. പിന്നീട് ഹയർ വേരിയൻറ്റ് വരുന്നുണ്ട് 6GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് 14,999 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 13,000 രൂപ റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. നല്ല വലിയ ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല റിയർ ക്യാമറയൊക്കെ തന്നെ വരുന്നുണ്ട്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. മെയിനായിട്ട് അത്യാവശ്യം നല്ല ഡിസൈനാണ് കാണാൻ. 2 ഫോണും കൊള്ളാവുന്ന നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ ഒരു 13,000 രൂപ 15,000 രൂപ റേഞ്ചിൽ 4GB എടുക്കേണ്ട 6GBയിലേക്ക് എന്തായാലും പോവാം.
4GB ഇനി ഈ ഒരു സമയത്ത് എന്തായാലും 2024 എന്തായാലും 4GB എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇത് മുതലാവില്ല. അപ്പം ഒരു കൂടുതൽ കൊടുത്തിട്ട് 2000 രൂപ കൂടുതൽ കൊടുത്തിട്ട് ഒരു 6GB എടുക്കാം, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. ദെൻ അടുത്തൊരു ഫൈൻഡ് ആയിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോറോള ഫോണാണ് മോട്ടോ G64 5G. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ബിൽഡ് കൊടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 15 MB ആണ് പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ 16 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയറിലും ഫ്രണ്ടിലും 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫുൾ HD മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ദെൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മിയാടെക്കിൻ്റെ Dimensity 7050 എന്ന അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് വരുന്നുണ്ട്. ദെൻ ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററിയും 13 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 13,999 ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ 4 ഫോൺസാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളതിൽ ഒരു ബെസ്റ്റ് ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെയും ഒരുപാട് ബ്രാൻഡിൻ്റെ ഒരുപാട് ഫോൺസ് ഉണ്ട്, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫോൺ ഈ 4 അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഫോൺ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.